എൻ്റെ പേര് രശ്മി. അപ്പോൾ എനിക്കൊരു ചാനലുണ്ട് യൂട്യൂബിൽ, ഓൾ റൗണ്ട് വിത്ത് രശ്മി രാജേഷ്. അപ്പം ഞാൻ വേറൊരാളെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ അമ്മാവൻ, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മനോജ് കുമാർ, മനുമാമെന്ന് പറയും. പുള്ളി ഈ ഒരു സകലകല മനുഷ്യനാണ്. അപ്പോഴേത്തിനും എന്താ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കാൻ വേണ്ടി പോവാം. അപ്പം നമ്മൾ ആളെ പരിചയപ്പെടുത്തി തരാം. പുള്ളിക്കാരൻ്റെ ഒരു മെഷീൻ, സ്റ്റിച്ചിങ് മെഷീനുണ്ട്. സ്റ്റിച്ചിങ് മെഷീനിൻ്റെ കടയുണ്ട്. എല്ലാവിധ റിപ്പയർ വർക്കുകളും ചെയ്യും. പിന്നെ പ്ലംബിംഗ് വർക്ക് അറിയാമേലെ അറിയാം. ഈ എംബ്രോയ്ഡറി വർക്ക് അറിയാവോ? അറിയാം. ഇലക്ട്രിക്കൽ വർക്ക് അറിയാവോ? അറിയാം. ഈ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഈ തടിയൊക്കെ ഉണ്ടല്ലോ, മരത്തിൻ്റെ വേരുകളുണ്ടല്ലോ, മാറ്റി തള്ളി എന്താ പറയുക, കുഴിച്ചെടുത്തിട്ട് അതിലൊരു പാമ്പ്, മീന്, എന്താ പറയുക, പക്ഷി, അങ്ങനെ പല പല സാധനങ്ങൾ വേരിലുണ്ടാക്കിയെടുക്കാനുള്ള കഴിവുള്ള ആളായിരുന്നു. ഇതൊന്നും ഇപ്പം ചെയ്യുന്നില്ല, കഴിവുകളൊക്കെ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഓർത്തു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വീഡിയോ എടുക്കാൻ എന്നെപ്പോലെ ഒരു കുഴപ്പമില്ല, എവിടെ പോയും ക്യാമറ കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ ഓർത്തു ഒരു ചാനൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം നമ്മൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മിസ്റ്റർ മനോജ് കുമാർ. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ മനോജ് കുമാറാണ്. ഞാൻ എല്ലാ പരിപാടിയും സർവ്വ പണികളും ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം ഒന്നും എനിക്ക് അറിയാൻ മേലെന്ന് ഞാൻ പറയാറില്ല. ഏത് പണി കിട്ടിയാലും ഞാനത് ചെയ്യും. അറിയാൻ മേലെന്ന് പറയാതെ ഞാനത് ചെയ്യുകയും ചെയ്യും, അത് വിജയം കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ ചെറുപ്പം മുതലേ എല്ലാ പണികളും ഞാൻ ചെയ്യുമായിരുന്നു. അത് ചെയ്ത് ഏത് പണികളും ചെയ്ത് എവിടെ ചെന്നാലും ആർക്കും എന്ത് സഹായവും ആ പണി പറ്റിയാലെന്നും പറഞ്ഞാൽ വേറൊരാളെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരാതെ ഞാൻ തന്നെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓടി നടന്ന് എല്ലാ പരിപാടിയും ചെയ്താൽ വിജയിക്കുകയില്ല എന്നൊരു നിലനിൽപ്പിന് വേണ്ടി ഞാൻ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒരു 91-92 കാലഘട്ടങ്ങളിൽ ഡൽഹിയിലായിരുന്നു. അവിടെ ഇങ്ങനെ കമ്പനി വഴി പല വർക്കുകളും ചെയ്തു. അവസാനം തയ്യൽ മെഷീൻ്റെ അസംബ്ലി സെക്ഷനിൽ കയറി. അതും അറിയാമെന്ന് പറഞ്ഞ് കയറി. അസംബ്ലി സെക്ഷനിൽ മെഷീനൊക്കെ അസംബ്ലി ചെയ്യുക, അത് മെക്കാനിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ നാട്ടിൽ വന്നു. 94 കടുത്തുരുത്തിയിൽ തയ്യൽ മെഷീൻ്റെ ചെറുതായിട്ടൊരു പരിപാടി തുടങ്ങി വെച്ചു. തയ്യൽ മെഷീൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി വെച്ചു പതുക്കെ. പിന്നെ എംബ്രോയ്ഡറി ചെയ്യും. പെങ്ങന്മാർക്കെല്ലാം തയ്യക്കടയാണ്. കുറവലങ്ങാടുണ്ട്, കടുത്തുരുത്തിയുണ്ട്, തലവലപ്പുറമ്പുണ്ട്, വൈക്കത്തുണ്ട്. അപ്പോൾ കടുത്തുരുത്തി 94 ഞാനൊരു കടയും കൂടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യും, ചുരിദാറൊക്കെ ഡിസൈൻ ചെയ്യും. അങ്ങനെയൊക്കെ വന്ന് പിന്നെ തയ്യൽ മെഷീൻ്റെ പണികൾ നമുക്ക് കൂടി വരാൻ തുടങ്ങി. പിന്നെ കൂടി പിന്നെ നമ്മളത് തന്നെ മെയിനായിട്ടും കട ഒന്നും കൂടെ സ്ട്രോങ് ആക്കി. 2001 കടുത്തുരുത്തിയിൽ ഒരു ചെറിയ ഷോറൂമൊക്കെ തുടങ്ങി. തയ്യൽ മെഷീൻ്റെ സെയിലും സർവീസിംഗ് ഒക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കടകളെല്ലാം തുടങ്ങി. ഇപ്പം നമ്മൾ കുറവലങ്ങാട് ഒരു തയ്യൽ മെഷീൻ്റെ സെയിൽ ആൻഡ് സർവീസിംഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവിധ തയ്യൽ മെഷീൻ, എത്ര പഴക്കമുള്ള മെഷീനാണേലും നമ്മൾ ദൂരെ പഴക്കം നമുക്ക് വിഷയമല്ല. 100 കൊല്ലോ 90 കൊല്ലോ 80 കൊല്ലോ ആ മെഷീനൊക്കെ നമ്മളെടുത്ത് ഫുള്ളായിട്ട് അഴിച്ച് കഴുകി അത് റീപെയിൻറ്റ് ചെയ്ത് നല്ല കണ്ടീഷനിൽ, മൊത്തം കണ്ടീഷൻ അവർക്ക് എന്താഗ്രഹമാണോ ആ ആഗ്രഹത്തിൽ ആ മെഷീന് നമ്മൾ പണിത് 1 ഇയർ വാറണ്ടി ഇട്ട്, സർവീസ് വാറണ്ടി ഇട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പം അങ്ങനെ നമുക്ക് വളരെ ദൂരെ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം പണികൾ വരുന്നുണ്ട്. പലർക്കും തയ്യൽ മെഷീനുമായിട്ട് കടപ്പെട്ട ഒരു ജീവിതമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മ അവരെ കഷ്ടപ്പെട്ട തയ്ച്ചാണ് അവരെ ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ ആ മക്കൾ പറയും, പുതിയ മെഷീൻ മേടിക്കാൻ ചേട്ടാ പൈസ ഇല്ലാണ്ടല്ല, ആ മെഷീൻ ഞങ്ങൾക്ക് അമ്മേനെ ഓർക്കാൻ വേണ്ടി ഞങ്ങൾക്കത് നല്ലൊരു പുതിയതായിട്ട് ഞങ്ങൾക്ക് കിട്ടണം, പൈസ ഞങ്ങൾക്ക് വിഷയമല്ല. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. പുതിയ പണിയേക്കാളും പഴയ പണികളാണ് എനിക്ക് താല്പര്യം. കാരണം അവരും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അവരാണ് നമുക്ക് ഇങ്ങനെ പലരോടും പറഞ്ഞ് അവർ നമുക്ക് ഒത്തിരി വർക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയ രീതികളും പുതിയ മെഷീനുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേർന്ന് ഇപ്പോൾ ഒരു ഷോപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടത്തി ഇങ്ങനെ പോകുന്നു. അപ്പം ഇനി നമ്മൾ ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഈ ഫാമിലിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. ആണ് എൻ്റെ മാമൻ്റെ മോന്. അപ്പം അവനാണെങ്കിൽ അച്ഛനെക്കുറിച്ച് ഒന്ന് പറയും, അച്ഛനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയും. അപ്പം അവന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. പറഞ്ഞോളൂ, പറ. എന്താണ് നിന്റെ പേര്? എൻ്റെ പേര് ദേവാനന്ദ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? സെന്റ് മേരീസ് HHS കുറവലങ്ങാട്. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ പേര് മനോജ് കുമാർ TV. അമ്മയുടെ പേരോ? മായ മനോജ്. അവരെന്താ ചെയ്യുന്നേ? അച്ഛൻ ഒരു തയ്യൽ മെഷീൻ റിപ്പയറിംഗ് സെൻറ്റർ തുടങ്ങുന്നു. അതിൻ്റെ സെയിലിംഗ്. അമ്മ തയ്ക്കുന്നു.
ആ അപ്പം അച്ഛൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാണ്. ആ നമ്മൾ എന്നാ ഉദ്ദേശിക്കുന്നേ? നല്ല റീച്ച് കിട്ടുന്ന ഓടിയിട്ട് ഒത്തിരി കച്ചവടങ്ങളൊക്കെ. കച്ചവടം കിട്ടുക എന്ന് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ഒരു ഇച്ചിരി ഒരു ഇടിഞ്ഞ് വീഴാറായി നിൽക്കുന്നൊരു അവസ്ഥയിലാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു വീട് പണിയണം എന്നാണ് ആഗ്രഹം. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി കഴിവുള്ള ഒരാളാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ചെറിയ ചെറിയ ചില്ലറ അസുഖങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലാതിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പം കൊടുക്കുക അവരുടെ ഒരു സ്വപ്നം, ഒരു വീട് എന്നുള്ളത് എന്താ പറയുക, ഒന്ന് നടത്തി കൊടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ വീട് കാണിച്ചു തരാം. അത് വർഷങ്ങൾക്ക് മുമ്പ് മാമൻ പണിത ഒരു വീടാണ്. ആ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന കല്ല് മൊത്തം പാറ പൊട്ടിച്ച് പുള്ളി സ്വന്തം ഉണ്ടാക്കിയതാണ്. പിന്നെ കട്ട, അത് മണ്ണും കൊണ്ട് കട്ട സ്വന്തമാക്കി ഉണ്ടാക്കി വീടൊക്കെ പണിത്. ആ വീടിപ്പം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോറായിരിക്കും, ഒരു കാറ്റ് വന്നാൽ മഴ വീഴും. അപ്പം നമ്മൾ ഈ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പം അതിൽ കൂടി നമുക്ക് ഒരു വീട് പണിയുന്നുള്ള സ്വപ്നം നടത്തി കിട്ടും. അപ്പം ഞാൻ ഭാര്യേനെ പരിചയപ്പെടുത്തി തരാവേ. മായ മനോജ് എൻ്റെ അമ്മായിയാണ്. പുള്ളിക്കാരിക്കാണ് ഒരു കടയുള്ളൂ, ഒരു തയ്യൽ കട. അപ്പം എന്താണ് പറയാനുള്ളത് പറയൂ. ഒരു ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്നാ? ഒരു തയ്യൽക്കട തുടങ്ങിയിട്ട് അധികം നാളായില്ല, 4 മാസമേ ആയിട്ടുള്ളൂ. തയ്യലായി വരുന്നതേ ഉള്ളൂ. ചാനൽ തുടങ്ങുന്നതിന് നല്ല അഭിപ്രായമാണ്. ഞങ്ങളുടെ ഫാമിലി മിഷൻ വിൽപ്പന സർവീസിംഗാണ്. സബ്സ്ക്രൈബ് ചെയ്യണം. തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ വീഡിയോയും കാണണം. കൂടുതൽ വീഡിയോ ഇടുമ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വേണം, ലൈക്കും എല്ലാവരും സപ്പോർട്ടും വേണം. നമ്മുടെ വീട് കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഓൾറൗണ്ട് വിത്ത് രശ്മി രാജേഷ് എന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അകത്ത് മനോജ് കുമാറിൻ്റെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഓക്കെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.